വെൽക്കം ടു ബുദ്ധ സ്വീറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ കുഞ്ചാട്ടുകര ജംഗ്ഷന് വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന വലിയൊരു വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ ഒരു പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളുമായിട്ടാണ്. 5.25 സെന്റിൽ 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റിയും കൂടാതെ ജിമ്മും ഉൾപ്പെടെയാണ് ഈ ഒരു വില്ല വന്നിരിക്കുന്നത്. ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയായി ചെയ്ത ഈ വീടിന്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ആദ്യമായി എടുത്തു പറയേണ്ടത് ഈ വീടിന്റെ കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഈ വീടിന് ഫ്രണ്ട് എലിവേഷനും സൈഡ് എലിവേഷനും ഉണ്ട്. എലിവേഷന് ഭംഗി നൽകാനായി അത്യാവശ്യം ടെക്സ്ചർ വർക്കുകളും സിലിണ്ടറിക്കൽ ലൈറ്റ്സും 2-way ലൈറ്റ്സും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലെ ബാൽക്കണിയിലെ ബ്രിക്ക് ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കും ഈ ഒരു വീടിന്റെ എലിവേഷന് കൂടുതൽ ഭംഗി നൽകുന്നു. 5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. വില്ലയുടെ കോമ്പൗണ്ട് വാളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷൻ ടെക്സ്ചർ വർക്കുകളും സ്ക്വയർ ട്യൂബ് വർക്കുകളും 2-way ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സൈഡ് എലിവേഷൻ വരുന്നത്. ഇവിടെയും 5 മീറ്ററോളം ടാർ റോഡ് ഫ്രണ്ടേജ് ആയിട്ട് തന്നെയാണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്ത് കോമ്പൗണ്ട് വാളിലേക്ക് വന്നാൽ ടെക്സ്ചർ വർക്കും സ്ക്വയർ ട്യൂബ് വർക്കും 2-way ലൈറ്റ്സും എല്ലാം നൽകിയിട്ടുണ്ട്. 5.6 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റിൻ്റെ എൻട്രൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് വർക്ക് കൊടുത്ത് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാക്കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. എലിവേഷൻ തെക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായിട്ടുമുള്ള ഈ വീടിന് 2 വലിയ SUV കാർ പാർക്കിംഗ് സൗകര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 18 അടിയോളം നീളവും 12 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ കാർപോർട്സിൽ നിന്ന് സിറ്റ് ഔട്ടിലേക്കുള്ള ഈ ഒരു ഭാഗത്തായി ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് വർക്കും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു വോളിലായിട്ട് ഭംഗിയുള്ള 2 2-way ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. കാർ പോർച്ചിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഒരു ടാപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ കോമ്പൗണ്ട് വാളിൻ്റെ ഇൻറ്റീരിയർ സൈഡിലും ടെക്സ്ചർ വർക്കുകൾ നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 9 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തും കടപ്പാ കല്ലുകളും ആർട്ടിഫിഷ്യൽ ഗ്രാസുമാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ SUV കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. ഈ ഒരു ഭാഗത്തും കോമ്പൗണ്ട് വാളിൻ്റെ ഇൻറ്റീരിയർ സൈഡിൽ ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. താഴെ പേബിളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി ഡബിൾ ഹൈറ്റ് ആയിട്ട് ടെക്സ്ചർ വർക്കുകളൊക്കെ കൊടുത്ത് 2-way ലൈറ്റും മുകളിലായിട്ട് സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന ഒരു പാർഷ്യയാണ് ഇവിടെയായിട്ട് വരുന്നത്. ഒരു വാട്ടർ ഫൗണ്ടനും നൽകിയിട്ടുണ്ട്. സ്ക്വയർ ട്യൂബും ജാളി വർക്കും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നാച്ചുറൽ പ്ലാന്റ് ഒക്കെ വെച്ച് ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു സ്പേസ് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണറിൻ്റെ ഫ്രണ്ട് സൈഡിലും നാച്ചുറൽ പ്ലാന്റ്സും പെബിൾസും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 6 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂമിൽ നിന്നുള്ളൊരു പാർഷ്യമാണ് വരുന്നത്. ഇവിടെയായിട്ട് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ കൊടുത്ത് പെബിൾസ് ഒക്കെ നൽകി ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്ക്വയർ ട്യൂബും ജാളിയും കൊടുത്ത് ഭംഗിയായിട്ടാണ് ഈ ഒരു സൈഡും കവർ ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. കൂടാതെ ഈ ഒരു സൈഡ് കംപ്ലീറ്റ്ലി GI ഷീറ്റ് കൊണ്ട് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെയായിട്ട് നമുക്ക് 2 സിലിണ്ടർ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 4 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. ഈ ഒരു സൈഡ് ഫുള്ളി മാറ്റ് ഫിനിഷ് സ്റ്റൈൽ കൊണ്ട് ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് വന്നിരിക്കുകയാണ്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 8.5 അടിയോളം നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 2-3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു സൈഡിൽ വേണമെങ്കിൽ നമുക്കൊരു ഷൂ റാക്ക് ചെയ്തെടുക്കാവുന്നതാണ്.
കിഴക്ക് ദർശനമായിട്ടാണ് ഈ വീടിൻ്റെ മെയിൻ ഡോർ വന്നിരിക്കുന്നത്. തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. മുകളിലത്തെ പോർഷനിൽ ഒരു ഗ്ലാസ് പോർഷൻ നൽകിയിട്ടുണ്ട്. കൂടാതെ ഡിജിറ്റൽ ലോക്കാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വിൻഡോസും ഡോർസും എല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ സ്പേഷ്യസ് ആയ ലിവിംഗ് റൂം വരുന്നത്. 17 അടിയിലേറെ നീളവും 16.5 അടി വീതിയുമാണ് ഈ ഒരു ലിവിംഗ് സ്പേസിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയ്ക്ക് പ്രീമിയം രീതിയിൽ തന്നെയുള്ള കർട്ടൻസും നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് വരുന്നത്. മുകളിലായിട്ട് ഭംഗിയുള്ളൊരു ഷാൻഡിയറും നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു സോഫ സെറ്റ് തന്നെ ഉൾക്കൊള്ളാനുള്ള സ്പേസ് ഈ ഒരു ലിവിംഗ് റൂമിന് ഉണ്ട്. ഒരു കോഫി ടേബിൾ വന്നു കഴിഞ്ഞാൽ പോലും മൂവ്മെൻറ്റിന് ഒരു കുഴപ്പവും ഉണ്ടാവുന്നില്ല. ഈ ഒരു വോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹാഫ് പോർഷൻ വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. മുകളിലായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് വുഡൻ ഫിനിഷിലാണ് വരുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തും പ്രൊഫൈൽ ലൈറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു വേൾഡ് മാപ്പ് തന്നെ ഈ ഒരു വോളിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോറിൽ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന ഭാഗത്തെല്ലാം തന്നെ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ഒക്കെ നൽകി സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. മുകളിലെ ഷാൻഡിയറിൻ്റെ സൈഡിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് 2 ബെഡ്റൂമുകൾ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും വരുന്നുണ്ട്. ഇതിൻ്റെ ഇരുഭാഗങ്ങളായിട്ട് ഭംഗിയുള്ള നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു വോളിലും ഭംഗിയുള്ള ഒരു വാൾപേപ്പർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. വലിയ ഒരു ക്ലോക്കും ഹാങ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തും സ്പോട്ട് ലൈറ്റാണ് സീലിങ്ങിൽ നൽകിയിരിക്കുന്നത്. ലിവിങ്ങിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഹൈറ്റ് വിഷൻ്റെ ഒരു സെക്യൂരിറ്റി സിസ്റ്റം നൽകിയിട്ടുണ്ട്. ഇത് ലിവിങ് സ്പേസിലെ നമ്മുടെ TV യൂണിറ്റാണ്. ഈ ഒരു TV യൂണിറ്റാണ് ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തമ്മിൽ പാർട്ടീഷൻ ചെയ്യുന്നത്. ഒരു ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിനുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു താഴെയായിട്ടൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഇൻഡോർ പ്ലാന്റോ അല്ലെങ്കിൽ ഡെക്കർ ഐറ്റമോ ഒക്കെ വെച്ച് നമുക്ക് ഭംഗിയാക്കാവുന്നതാണ്. ഈ ഒരു വോളിലും ലിവിങ് സ്പേസിൽ കണ്ട അതേ പാറ്റേണിലുള്ള വാൾപേപ്പർ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് നൽകി പ്രൊഫൈൽ ലൈറ്റാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ സ്പേഷ്യസ് ആയ ഡൈനിങ് വരുന്നത്. 18 അടിയിലേറെ നീളവും 12 അടിയിലോളം വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. 8 to 12 സീറ്റ് ഡൈനിങ് ടേബിൾ വരെ നമുക്ക് ഇവിടെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഡൈനിങ് സ്പേസിൽ നിന്ന് വ്യൂ വരുന്ന പാഷ്യോ വരുന്നത്. ഓൾറെഡി നമ്മൾ ആ വാട്ടർ ഫൗണ്ടനൊക്കെ കണ്ടു കഴിഞ്ഞു. ഡബിൾ ഷെയ്ഡിലുള്ള കർട്ടൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. UPVCയുടെ ഡോറാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറാണ് നൽകിയിരിക്കുന്നത്. ടാപ്പും ജാഗ്വാറിൻ്റെ തന്നെയാണ് വരുന്നത്. വലുപ്പമുള്ള ഒരു മിറർ തന്നെയാണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ ഭംഗിയുള്ള വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു സിലിണ്ടറിക്കൽ ലൈറ്റ് വരുന്നുണ്ട്. നാച്ചുറൽ പ്ലാന്റും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് വൈറ്റ് പേബിൾസ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ഭംഗിയുള്ളൊരു നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിംഗ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നമ്മുടെ ഈ ഡൈനിങ് സ്പേസും ഡബിൾ ഹൈറ്റ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്, സ്പോട്ട് ലൈറ്റ്, സ്ട്രിപ്പ് ലൈറ്റും ഒക്കെയാണ് ഇതിൻ്റെ സീലിങ്ങിലും വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ വീടിന് V-ഗാർഡിൻ്റെ വയേഴ്സും V-ഗാർഡിൻ്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ മാറ്റ് ഫിനിഷ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്തായിട്ട് ഇവിടെയായിട്ട് ഒരു വുഡൻ ടെക്സ്ചറിലുള്ള പാനലിംഗ് വരുന്നുണ്ട്. പാനലിംഗ് ട്രാക്ക് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. നാനോ വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. കൂടാതെ ബാക്ക് സൈഡിൽ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു സ്പേഷ്യസ് ആയ കിച്ചൺ വരുന്നത്. 12 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഫുഡ് ഹോബും എല്ലാം ഇവിടെ ഓൾറെഡി പ്ലേസ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. 3 ലെയറായിട്ട് ഗ്രേ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ് കബോർഡ് വർക്കുകൾ വരുന്നത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. കൂടാതെ ഇവിടെയായിട്ടൊരു ഓപ്പൺ ബോക്സ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഓവനുള്ള സ്പേസും താഴെയായിട്ട് വെജിറ്റബിൾ റാക്കും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ ഒരു കിച്ചൺ സിങ്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലിപ്പമുള്ള ഒരു ഫ്രിഡ്ജിന് തന്നെയുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറ് പ്യുവർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. 7.5 അടിയിലേറെ ഹൈറ്റാണ് ഈ ഒരു ഡോറിന് നൽകിയിരിക്കുന്നത്. ഡോറിൻ്റെ ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിന് 12 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് UPVCയുടെ ഡോറ് നൽകിയിട്ടുണ്ട്. ഈ ഒരു പാർശ്വം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഡബിൾ ഷെയ്ഡിലുള്ള കർട്ടനൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ബെഡ്റൂമിൽ ബെഡും പില്ലോയും എല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോ വന്നിട്ടുണ്ട്. വിൻഡോ എല്ലാം തന്നെ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ബെഡ് സൈഡ് ടേബിൾസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് കബോർഡ് വർക്കുകൾ വരുന്നത്. മുകളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെയായിട്ടൊരു സീറ്റിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. സൗത്തിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ വിൻഡോയ്ക്കും കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ സീറ്റിംഗ് യൂണിറ്റിൻ്റെ സൈഡിലും ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ഡെക്കർ ഐറ്റം ഒക്കെ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് യൂണിറ്റ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഇവിടെ സീലിംഗ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ബാത്ത് ടബ് വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു ഗ്ലാസ് പാർട്ടീഷൻ വരുന്നുണ്ട്. ഹീറ്റർ കൊടുത്തിട്ടുണ്ട്. എക്സ്പോസ്റ്റ് ഫാൻ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ജാഗ്വാറിൻ്റെ ഒരു വാട്ടർ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടറും വലുപ്പമുള്ളൊരു മിറർ നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ഹെയർ ഡ്രയറും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. 12.5 അടിയോളം നീളവും 11.5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് ഉള്ളത്. ബെഡ്റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോ ആണ് നൽകിയിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ കട്ടൻസ് വരുന്നുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ സൈഡ് ടേബിൾസും ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് സീലിംഗും ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വാൾഡ്രോബിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഷെൽഫും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഗ്ലാസ് സെപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് എല്ലാം തന്നെ വരുന്നത്. വാട്ടർ ക്ലോസറ്റ് വരുന്നുണ്ട്. ഇവിടെയായിട്ടൊരു വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. ഈ ഒരു ബാത്റൂമിൽ ഹെയർ ഡ്രയർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും എല്ലാം തന്നെ ഈ ഒരു ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഫ്ലോട്ടിംഗ് സ്റ്റൈലിലാണ് നൽകിയിരിക്കുന്നത്. ത്രെഡ് വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ടഫ് ആൻഡ് ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന വാളിൽ 2 പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോസ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ കർട്ടൻസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഭംഗിയുള്ള ഒരു വാൾ ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് സ്റ്റെയറിൻ്റെ ലാൻഡിങ്ങിൻ്റെ ഫ്ലോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡ് കർട്ടൻസ് ആണ് ഇവിടെയും നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെല്ലാം തന്നെ സിലിണ്ടറിക്കൽ ലൈറ്റ്സ് ആണ് വരുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ അപ്പർ ലിവിങ്ങിലേക്കുള്ള പാസേജിലേക്ക് എത്തുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു നാച്ചുറൽ പ്ലാന്റ് നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ജിമ്മും യൂട്ടിലിറ്റി സ്പേസും വരുന്നത്. പിന്നീട് നമ്മൾ ഈ പാസേജിലൂടെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് ഡബിൾ ഹൈറ്റ് പോർഷനാണ് ലിവിങ് ഏരിയയുടെ താഴത്തെ നിലയിൽ. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റഡി ടേബിൾ കൂടി സെറ്റ് ചെയ്തിരുന്നുണ്ട്. മുകളിലായിട്ട് ബുക്ക് ഷെൽഫും വരുന്നുണ്ട്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു TV തന്നെയാണ് നൽകിയിരിക്കുന്നത്. താഴെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഈ ഒരു TV യൂണിറ്റ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ചെയറൊക്കെ നൽകിയിട്ടുണ്ട്. ബാക്ക് സൈഡ് വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റ് കൂടി ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു ഭംഗിയുള്ള വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് 12.5 അടി നീളവും 11.5 അടിയോളം വീതിയുമുള്ള ബെഡ്റൂമാണ് വരുന്നത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോ വരുന്നുണ്ട്. വിൻഡോ എല്ലാം തന്നെ പാനലിംഗ് ഒക്കെ ചെയ്ത് കട്ടൻസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടുള്ള വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പറൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വരുന്നത്. കൂടാതെ ഈ ഒരു ഭാഗത്തും കോട്ടും ബെഡും പില്ലോസും എല്ലാം ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് വലിപ്പമുള്ള വാൾഡ്രോബ് വരുന്നത്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് യൂണിറ്റും ഇവിടെയായിട്ട് ഒരു ഷെൽഫും വരുന്നുണ്ട്. മുകളിലും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റും സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ വരുന്നുണ്ട്. ഇതിനും കർട്ടൻസ് നൽകിയിട്ടുണ്ട്.
ഈ ഒരു വിൻഡോയിൽ നിന്ന് നമ്മൾ കാണുന്നത് ഒരു പാസേജാണ്. അതിൻ്റെ അപ്പുറമായിട്ടുള്ളത് അപ്പർ ലിവിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റ് പോർഷനാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിലുള്ള ഗ്ലാസ് സെപ്പറേഷനൊക്കെ നൽകിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ വാട്ടർ ക്ലോസറ്റാണ് വരുന്നത്. ഇവിടെ ജാഗ്വാറിൻ്റെ വാഷ് കൗണ്ടറും മിററും നൽകിയിട്ടുണ്ട്. കൂടാതെ ഒരു ഹെയർ ഡ്രയർ കൊടുത്തിട്ടുണ്ട്. ഹീറ്ററും എക്സ്ഹോസ്റ്റ് ഫാനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. എല്ലാ ബാത്റൂമുകളും സീലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും പ്യുവർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ചെയ്തിട്ടുണ്ട്. നോർത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 13 അടിയോളം തന്നെ വീതിയുമാണ് ഉള്ളത്. ഈസ്റ്റിലേക്ക് വലുപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഡബിൾ ഷെയ്ഡുള്ള കർട്ടനും സിലിണ്ടറിക്കൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഈ ഒരു ഏരിയ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നോർത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോ കൊടുത്ത് ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് കർട്ടൻസും നൽകിയിട്ടുണ്ട്. ഇവിടെയും കോട്ടും ബെഡും പില്ലോസും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡ് ടേബിൾ വന്നിട്ടുണ്ട്. ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനോടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ ഡോറിൻ്റെ ഒരു വാൾഡ്രോബും മുകളിലായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു സീറ്റിംഗ് യൂണിറ്റും വരുന്നുണ്ട്. സൗത്തിലേക്കും ഇവിടെയായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്. വിൻഡോയ്ക്ക് കട്ടനൊക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ ജാഗ്വാറിൻ്റെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ള ഒരു മിറർ വരുന്നുണ്ട്. ഹെയർ ഡ്രയർ നൽകിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ട് ഒരു ബാത്ത് ടബും നൽകിയിട്ടുണ്ട്. കൂടാതെ ഹീറ്ററും എക്സ്ഹോസ്റ്റ് ഫാനും ഉൾപ്പെടെ സീലിങ്ങോട് കൂടി തന്നെയാണ് ഈ ഒരു ബാത്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ജിമ്മ് സെറ്റ് ചെയ്തിരിക്കുന്നത്. 13 അടിയോളം നീളവും 7 അടിയിലേറെ വീതിയാണ് ഈ ഒരു ജിമ്മിന് ഉള്ളത്. ത്രെഡ്മില്ല്, ബെഞ്ച്, സൈക്കിള് കൂടാതെ ഡംബൽസ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട്. വലുപ്പമുള്ള 2 മിറർ നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വലുപ്പമുള്ള ഒരു പെർമനന്റ് ഗ്ലാസ് വിൻഡോ നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലേക്കുള്ള ഡബിൾ ഹൈറ്റ് പോർഷനാണ് കാണുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. ഇത് ഓപ്പൺ ടെറസിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് ഒരു അയൺ ചെയ്യാനുള്ള ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. കൂടാതെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നുണ്ട്. വെസ്റ്റിലേക്ക് ഒരു 2 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഇവിടെയായിട്ട് തുണികളെല്ലാം തന്നെ ഉണങ്ങാനുള്ള ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ വിശാലമായ ബാൽക്കണി വരുന്നത്. മാക്സിമം സ്റ്റൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് നൽകിയിരിക്കുന്നത്. 14 അടിയിലേറെ നീളവും 13 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഇവിടെയായിട്ട് ഭംഗിയുള്ള ഒരു വുഡൻ്റെ ഊഞ്ഞാലും നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിലിലേക്ക് വന്നു കഴിഞ്ഞാൽ എസ്എസും ടഫ് ആൻഡ് ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇരു ഭാഗങ്ങളിലായിട്ട് വരുന്ന വോളിൽ ബ്രിക്ക് ഡിസൈനുള്ള ടെക്സ്ചർ വർക്കും 2-way ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ ലൂവേർഡ് ഡിസൈനിലുള്ള പാനലിങ്ങും സിലിണ്ടറിക്കൽ ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള പോർഷന് പ്രൊഫൈൽ ലൈറ്റ്, സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 500 മീറ്റർ, കാക്കനാടേക്ക് 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 11 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 5 കിലോമീറ്റർ, മെട്രോ സ്റ്റേഷനിലേക്ക് 8 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ, കലൂരേക്ക് 18 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 16 കിലോമീറ്റർ, രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 4 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസ് ആയി വരുന്നത്. 5.25 സെന്റ് സ്ഥലത്ത് 2700 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളും യൂട്ടിലിറ്റി സ്പേസും കൂടാതെ ജിമ്മ് ഉൾപ്പെടെയുള്ള ഈ വീടിന് 1,59 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.